ഒരിക്കലും ഈ കൊലയാളികളെ വെറുതെ വിടരുത്. മരിക്കാൻ ഒരാഗ്രഹവുമില്ല. എൻ്റെ കുഞ്ഞിൻ്റെ മുഖം കണ്ട് കൊതി തീർന്നിട്ടുമില്ല, ചിരി കണ്ട് കൊതി തീർന്നിട്ടുമില്ല. ഒന്നാം പ്രതി നീതു ബാനി, എൻ്റെ നാത്തൂൻ. നിതീഷ് മോഹൻ, എൻ്റെ ഭർത്താവ്. രണ്ടാം പ്രതി മോഹനൻ, എൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ. കല്യാണം ആഡംബരമായി നടത്തിയില്ല. ഡൗറി കുറഞ്ഞുപോയി. കാറ് കൊടുത്തില്ല എന്നു പറഞ്ഞ് എന്നെ കൊല്ലാക്കൊല ചെയ്യുന്നതൊക്കെ ഞാൻ സഹിച്ചു, ക്ഷമിച്ചു. വീടില്ലാത്തവൾ, കാശില്ലാത്തവൾ, തെണ്ടി ജീവിക്കുന്നവർ എന്നെല്ലാമുള്ള ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഒക്കെ ഞാൻ നിതീഷിനോടുള്ള സ്നേഹം കൊണ്ട് ഒക്കെ ക്ഷമിച്ചു. പക്ഷേ അച്ഛൻ എന്നു പറയുന്ന ആൾ എന്നോട് മിസ്ബിഹേവ് ചെയ്തെന്നറിഞ്ഞിട്ടും പ്രതികരിച്ചില്ല എൻ്റെ ഭർത്താവ്. അതിനു പകരം എന്നെ കല്യാണം ചെയ്തത് അയാൾക്ക് കൂടി വേണ്ടിയാണ് എന്നായി. ആ സ്ത്രീ എന്നെ ജീവിക്കാൻ അനുവദിച്ചിരുന്നില്ല ഒരിക്കൽ പോലും. പുറമേ ചിരിച്ച് ഞാനും നിതീഷുമായി എന്നും കലഹമുണ്ടാക്കിക്കുന്നവർ. കാലുപിടിച്ച് ഞാൻ കരഞ്ഞിട്ടുണ്ട്. അവരുടെ ഭർത്താവായ ബെന്നിയോട് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദയവ് ചെയ്ത് ആ സ്ത്രീയോട് എന്നെ വെറുതെ വിടാൻ പറയണമെന്ന്. 7-ാം മാസത്തിൽ എന്നെ എൻ്റെ വീട്ടിൽ നിന്നും നിതീഷ് ഇറക്കി വിട്ടു. നീതുവിന് വേണ്ടി. എന്നിട്ട് ഒമാൻ പോയി, അവൾക്ക് വേണ്ടി. 7-ാം മാസം ആ വയറുമായി ഞാൻ ഹോട്ടലിൽ താമസിച്ചു. എന്നെ തല്ലിച്ചു നിതീഷിനെ വെച്ച്. എന്നെ ഹോസ്റ്റലിൽ വിടണമെന്ന് പറഞ്ഞു. വീട് റിന്യൂ ചെയ്യിക്കില്ല, ഇറക്കി വിടണമെന്നൊക്കെ മെസ്സേജ് അയച്ചേക്കുന്നതും ഞാൻ കണ്ടു. ക്യാഷില്ലാത്ത വീട്ടിൽ നിന്ന് വന്നവളായതുകൊണ്ട് ഞാൻ ഒന്നിനും അർഹതയില്ലാത്തവളാണ്. തുടക്കത്തിലൊക്കെ അച്ഛനും പെങ്ങളും പറഞ്ഞ് എന്നെ തല്ലുമായിരുന്നെങ്കിലും എൻ്റെ കാര്യങ്ങൾ നോക്കുമായിരുന്നു. കഴിഞ്ഞ 1 കൊല്ലത്തിലേറെയായി എനിക്ക് വെള്ളമോ ആഹാരമോ ഡ്രസ്സോ ഒന്നും തരില്ല, എന്നെ നോക്കില്ല. വേറെ സ്ത്രീകളുമായി ബന്ധമുണ്ടെങ്കിലും അത് ഞാൻ കണ്ടുപിടിച്ചിട്ടും എൻ്റെ കുഞ്ഞിനെ ഓർത്താണ് ക്ഷമിച്ചത്. എൻ്റെയോ എൻ്റെ കുഞ്ഞിൻ്റെയോ ആത്മാവിന് ഒരിക്കലും ശാന്തി ഉണ്ടാവില്ല. എൻ്റെ കയ്യിലുള്ള ഒരു മാലയ്ക്ക് വേണ്ടി ഇപ്പോൾ എന്നെ കൊല്ലാക്കൊല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വയ്യ, മടുത്തു. ഒരുപാട് ക്യാഷ് ഉള്ളവരാണ്, എന്നിട്ടും എൻ്റെ കുഞ്ഞ് സാലറിക്ക് വേണ്ടി എന്നെ ദ്രോഹിച്ചുകൊണ്ടേയിരിക്കുക. എല്ലാം സഹിച്ചു. എൻ്റെ കുഞ്ഞിനെ പോലും ഇപ്പോൾ നോക്കുന്നില്ല. എല്ലാം സഹിച്ചിട്ടും കുഞ്ഞിനെയും എന്നെയും ഇല്ലാതാക്കുമെന്ന ഭീഷണിയാണ്. കൂട്ടുകാരോടും വീട്ടുകാരോടുമൊക്കെ കാര്യങ്ങളെല്ലാം തിരിച്ചും മറിച്ചും പറയാൻ ആവശ്യപ്പെടും. എൻ്റെ കുഞ്ഞിനെ ഓർത്ത് ഞങ്ങളെ വെറുതെ വിടാൻ പറഞ്ഞിട്ട് കൂടി ആ സ്ത്രീ കേട്ടിട്ടില്ല. ഒരിക്കൽ ഇവരുടെ വാക്കും കേട്ട് നിതീഷ് വീട്ടിൽ വലിയ ബഹളമുണ്ടാക്കി. ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ കഴുത്തിൽ ബെൽറ്റിട്ട് വലിച്ചിഴച്ചു. ഒരിക്കലും ആ സ്ത്രീ എന്നെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ല. എൻ്റെ കുഞ്ഞിൻ്റെ സ്വർണമെല്ലാം അവർ കയ്യിലാക്കി. എൻ്റെ സ്വർണമോ ക്യാഷോ കൈവശപ്പെടുത്താനാകാത്തത് കൊണ്ട് തന്നെ എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. ക്ഷമിക്കാൻ ഞാൻ തയ്യാറായി, പക്ഷേ വീട്ടിൽ വരാറില്ല. എന്നെ ഒരുപാട് ഉപദ്രവിച്ചു. എൻ്റെ ലോക്കറിൻ്റെ കീ നിതീഷിൻ്റെ അച്ഛൻ്റെ കൈവശമാണ്. അത് ഞാൻ വാങ്ങിയതാണ് അടുത്ത വൈരാഗ്യത്തിന് കാരണമായത്. ഉപദ്രവിക്കും, ആഹാരം തരില്ല, നാട്ടിൽ കൊണ്ടുപോകില്ല. നിതീഷ് നീതുവിനെ മാത്രം നാട്ടിൽ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്ന് നിയമം. ഞാനും എൻ്റെ കുഞ്ഞും എന്നും ഒറ്റയ്ക്കാണ്. മറ്റൊരു വിവാഹിതയായ സ്ത്രീയുമായി നിതീഷിന് ബന്ധമുണ്ട്. ആ പെൺകുട്ടിയുടെ ഭർത്താവിനും ഇതെല്ലാം അറിയാം. അയാൾ ഒരിക്കൽ നിതീഷിനെ വിളിച്ച് സംസാരിച്ചതുമാണ്. ഒക്കെ ക്ഷമിച്ചതും സഹിച്ചതും എൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ്. ഇനി വയ്യ, മടുത്തു. പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിനപ്പുറമാണ് അധിക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നത്. എൻ്റെ കുഞ്ഞിന് വയ്യാതിരുന്നിട്ട് പോലും അയാൾ ഇവിടെയില്ല. അവരെ വെറുതെ വിടരുത്. അവർക്ക് ഞാൻ മാനസിക രോഗിയാണ് എന്ന് വരുത്തി തീർക്കണം. എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ ഓഫീസിലുള്ളവർക്കും എല്ലാവർക്കും എല്ലാം അറിയാം. എന്നോടും കുഞ്ഞിനോടും നീതുവും നിതീഷും അവരുടെ അച്ഛനും ചെയ്ത എല്ലാ ദ്രോഹങ്ങളും എല്ലാവർക്കും അറിയാം. മടുത്തു.